പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. തൃശൂർ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള 50-ലധികം കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. വ്യാഴാഴ്ച ഉച്ചഭക്ഷണവും പാലും കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത്. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തൃശൂർ എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള 50-ലധികം കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ നേടിയിരിക്കുന്നത്. വ്യാഴാഴ്ച ഉച്ചഭക്ഷണവും പാലും കഴിച്ച വിദ്യാർത്ഥികൾക്കാണ് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രിയിലും വെള്ളി ശനി ദിവസങ്ങളിലായിട്ടാണ് കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ട് തുടങ്ങുന്നത്. ഭൂരിഭാഗം കുട്ടികളും എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിരിക്കുന്നത്. മറ്റു കുട്ടികൾ സ്വകാര്യ ക്ലിനിക്കുകളിലും ചികിത്സ തേടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ചികിത്സയ്ക്ക് ശേഷം ചില കുട്ടികളെ വീട്ടിലേക്കും മാറ്റിയിട്ടുണ്ട്. അതേസമയം സ്കൂൾ MSC ചെയർമാൻ, വൈസ് ചെയർമാൻ എന്നിവരുൾപ്പെടെയുള്ള ഏതാനും കുട്ടികൾ ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആളൂരിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. സ്കൂൾ പ്രവേശന സമയത്ത് ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സ്കൂൾ കിണർ നേരത്തെ ശുചീകരിച്ചിരുന്നു. ഇത്തരത്തിൽ ശുചീകരണത്തിന്റെ ഭാഗമായി വെള്ളം പരിശോധിച്ചു. അതുകൊണ്ട് വെള്ളത്തിൽ നിന്നാകാൻ സാധ്യതയില്ലെന്നും ഉച്ചഭക്ഷണത്തിൽ നിന്നോ പാലിൽ നിന്നോ ആയിരിക്കാം വിഷബാധ ഏറ്റത് എന്നാണ് ആരോഗ്യ വിഭാഗം പറയുന്നത്. നിലവിൽ ഭൂരിഭാഗം കുട്ടികളെയും എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലും സ്വകാര്യ ക്ലിനിക്കുകളിലുമാണ് ചികിത്സ നൽകിയിട്ടുണ്ടായിരുന്നത്. ചില കുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒപ്പം തന്നെ MMC ചെയർമാൻ, വൈസ് ചെയർമാൻ എന്നിവരുടെ ഉൾപ്പെടെയുള്ള ഏതാനും കുട്ടികളും ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്.